ഹായ് ഹലോ ബേപ്പൂർ ഫെസ്റ്റ് കാണാൻ പോയ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അത്യാവശ്യം സ്നാക്സ് കരുതിയിട്ടുണ്ടായിരുന്നു. ബ്രെഡ് ടോസ്റ്റ്, അതേപോലെ ടാങ്ക് തലേന്ന് ദിവസം തന്നെ നല്ല ഫ്രീസ് ചെയ്ത ടാങ്ക് 2 ബോട്ടിൽ, അതേപോലെ നൂഡിൽസ്, പിന്നെ ചിപ്സ്, സ്നാക്സ്, അതേപോലെ 2 റോള്, ഇതൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ബേപ്പൂർ ഫെസ്റ്റിൻ്റെ ഉള്ളിൽ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതല്ല, അതിൻ്റെ കൂടെ മാനേജർ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ മാനേജറിൻ്റെ സറൗണ്ടിങ്സിൽ എന്തായാലും ഫുഡ് ഐറ്റംസ് കിട്ടൽ കുറവാണ്. അപ്പോൾ പരപ്പനങ്ങാടിയിൽ നിന്ന് ചാലിയത്തോട്ട് ബസ്സിനാണ് കേട്ടോ പോയത്. അപ്പോൾ ചാലിയം ഏകദേശം ആ കടവിൻ്റെ അടുത്ത് വരെ ബസ് എത്തും. അവിടുന്ന് നമുക്ക് ജങ്കാറുവായി ബേപ്പൂരിലോട്ട് ക്രോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ ചാലിയത്തെത്തുന്നു, അവിടെ നമ്മൾ ജങ്കാറിലോട്ടുള്ള ടിക്കറ്റ് എടുക്കുന്നു, ബേപ്പൂരിലോട്ട് ക്രോസ് ചെയ്യുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബേപ്പൂർ ഫെസ്റ്റ് കാണാൻ പോകുന്നത്. ലാസ്റ്റ് ടൈം ഞാൻ ബേപ്പൂർ പോയപ്പോൾ ഈ ഫെസ്റ്റ് കഴിഞ്ഞ നെക്സ്റ്റ് ഡേ ആയിരുന്നു പോയിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എന്തൊക്കെ ആയിരിക്കും ഉണ്ടായിരുന്നത്, മിസ്സായല്ലോ, ഒരു ദിവസം മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ ഫെസ്റ്റ് കാണാൻ പറ്റുമായിരുന്നല്ലോ എന്നുള്ളതിൽ. പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞതിന് അത്ര ഒരു ഫങ്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് പലരും പറയുന്നത്. ഇതിൻ്റെ പ്രോഗ്രാം ചാർട്ടൊക്കെ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിലൊക്കെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബേപ്പൂർ ഫെസ്റ്റിൻ്റെ പേജസിൽ. അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ട് എനിക്ക് കാണണമെന്ന് ആഗ്രഹിച്ച ഫങ്ഷൻ്റെ ടൈമിങ്ങൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ പോയിൻ്റത്. ഇപ്പോൾ നമ്മൾ ജങ്കാറിന് വെയിറ്റ് ചെയ്യാണ്. ജങ്കാറിലൊക്കെ ഇതിന് മുമ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് ജങ്കാർ വന്ന് നമ്മൾ അതിൽ കയറി. ഫസ്റ്റ് നമ്മൾ മെയിനായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്ന അവിടെ കാണുന്ന കൈറ്റ് ഉണ്ടല്ലോ, കൈറ്റായിരുന്നു, കൈറ്റ് ഫെസ്റ്റ് കാണാനായിരുന്നു കൂടുതൽ ആഗ്രഹം. അതേപോലെ പാരാഗ്ലൈഡിങ് മേലെ കൂടി പോകുന്നുണ്ട്. പിന്നെ ഇതിന് മുമ്പത്തെ അവരുടെ ഒരു ഡെമോ ഇതിലൊക്കെ നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഹെലികോപ്റ്ററിൻ്റെ ഷോ, നേവിൻ്റെ ഒക്കെ ഒരു ഷോ, പിന്നെ നേവിൻ്റെ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ നല്ലവണ്ണം ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ അത്ര വലിയ ഗ്ലോ കുറവായിരിക്കും. നൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഫുഡ് ഫെസ്റ്റിൻ്റെ അവിടെ നമ്മൾ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല. 2 കോൺ ഐസ്ക്രീംസാണ് വാങ്ങിയത്, വാനില ഫ്ലേവറിൽ, സ്ട്രോബെറി ഫ്ലേവറിൽ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചെന്നപ്പോൾ അവിടെ ഫിഷിങ്ങിൻ്റെ ഒരു മത്സരം നടക്കുന്നുണ്ടായിരുന്നു, വല വീശൽ. അപ്പോൾ അതിൻ്റെ ഒരു ഫങ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ സ്ക്രീനിൽ, സ്റ്റേജിൻ്റെ അടുത്തുള്ള TV സ്ക്രീൻ ഉണ്ട്, അതിൽ കാണാം. പിന്നെ നമ്മൾ ബലൂൺ ഫെസ്റ്റ് കാണാൻ പോയി. ബലൂൺ ഫെസ്റ്റിൽ കുറേ വെറൈറ്റി ബലൂൺസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ, ഇങ്ങനെ ബിഗ് സൈസിലുള്ള ആനിമൽസൊക്കെ ഇങ്ങനെ സ്കൈലിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കാണാൻ. അപ്പോൾ ബലൂൺ ഫെസ്റ്റൊക്കെ കണ്ട്, അതേപോലെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പാരാഗ്ലൈഡിങ് ഒക്കെ ഉണ്ടല്ലോ, അത് സ്കൂബ ഡ്രൈവിങ്ങിനെ പോലത്തെ ആരൊക്കെയോ ആ സീലിങ്ങനെ ഇതാകുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ബോട്ടിൻ്റെ ഒരു റേസ് നടക്കുന്നുണ്ടായിരുന്നു. ബോട്ട് റേസ് ആണോ അതോ ബോട്ട് റേസ് പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് ബോട്ട് പോകാനുണ്ട്. മറ്റ് സ്പീഡ് ബോട്ട് മാത്രമല്ല, പിന്നെ ഹൗസ് ബോട്ട് ഉണ്ടല്ലോ, അതും ഉണ്ടായിരുന്നു. സ്പീഡ് ബോട്ട് ആകുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലുണ്ട്, അതിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ്. ഈ ഹൗസ് ബോട്ടും സ്പീഡ് ബോട്ടൊക്കെ ഈ ഫെസ്റ്റ് അല്ലെങ്കിലും അവിടെ ഉണ്ട് കേട്ടോ. ബേപ്പൂരിൻ്റെ അവിടെ ബീച്ച് കാണാൻ വരുന്നവർക്ക് ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നെ അവിടെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പേയ്മെൻറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന. അതൊക്കെ ഡിഫറെൻറ്റ് പ്ലേസിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും അങ്ങോട്ട് സീലോട്ട് ഇറങ്ങാൻ പറ്റില്ല, അവിടേക്ക് ഇങ്ങനെ മുള കൊണ്ട് ഇങ്ങനെ വെയിലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ എക്സൈറ്റ്മെൻറ്റ് തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ് ചെയ്തത്. നേവിയുടെ ഒരു മ്യൂസിക്കൽ ബാൻഡ് കണ്ടിരുന്നു, അതൊക്കെ കണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കൊണ്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു ഫലാഫിൽ റോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പോരുന്നതിന് മുമ്പ് ഞങ്ങൾ ഷവർമയും ലൈമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ബേപ്പൂർ ഫെസ്റ്റിന് എന്തെങ്കിലും ഫുഡ് വാങ്ങി കഴിക്കാമെന്ന പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഈ ബാഗിൽ ഈ ഫുഡ് ഐറ്റംസൊക്കെ ഇങ്ങനെ റോൾസൊക്കെ ജാമായി കിടക്കുന്നുണ്ടെങ്കിൽ അത് സ്പോയിൽഡ് ആവണ്ട വിചാരിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് തന്നെ കഴിച്ചു.
വലിയത് മാനേജറിൽ നിന്ന് കഴിക്കുക എന്നുള്ള പ്ലാനിലാണ് കൂടുതൽ ഫുഡ് ഐറ്റംസ് കരുതിയത്. കാരണം മാനേജർ സ്ക്വയറിൻ്റെ സറൗണ്ടിങ്സ് നമുക്ക് ഫുഡ് ഐറ്റംസ് കിട്ടാറില്ല. ഇനിയിപ്പോൾ അവിടെ ഫങ്ഷൻ നടക്കുന്നതുകൊണ്ട് ഉണ്ടാകുമെന്നും അറിയില്ല. പക്ഷേ നമുക്ക് കുറേ നമുക്ക് വിശക്കുമ്പോൾ ആ സ്പോട്ടിൽ കഴിക്കാമല്ലോ എന്നുള്ളതിലാണ്. ഞാൻ യൂഷ്വലി ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേവിൻ്റെ പ്രോഗ്രാംസൊക്കെ കണ്ടതിന് ശേഷം ബേപ്പൂരിന്ന് ഫെസ്റ്റ് നടക്കുന്ന അവിടുന്ന് ബേപ്പൂരിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അവിടേക്ക് നടക്കുകയാണ് ചെയ്തത്. നല്ല പോലീസ് കൺട്രോൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ റോഡ് കംപ്ലീറ്റ്ലി വെഹിക്കിൾസ് ഇല്ലാണ്ട് കാലിയായിരുന്നു. അപ്പോൾ നടക്കാൻ ഭയങ്കര സുഖമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലോട്ട് എത്തി. അവിടുന്ന് ഒരു ബസ് എടുത്ത് മാനേജറിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടിറക്കി തന്നു. മാനേജറിലായാലും ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് എടുത്തിയത്. ഒരു 5:45 ഒക്കെ അപ്പോൾ എത്തി. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ എത്താൻ, കാരണം ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് നേരത്തെ വന്ന് അതിനുള്ളിൽ കുറച്ച് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തതിൻ്റെ ശേഷം ലൈറ്റിൻ്റെ ഇതെല്ലാ ഭാഗത്ത് പോയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു 6:30 ഒക്കെ ആയപ്പോഴാണ് ലൈറ്റ് ഓൺ ആയത്. 6:15 ഒക്കെ ഓണാവുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു, പക്ഷേ 30 ഒക്കെ ആയപ്പോഴാണ് ഓൺ ആയത്. ആദ്യമൊന്നും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, പക്ഷേ ഏകദേശം ലൈറ്റ് ഓൺ ആവാൻ സമയമായപ്പോഴേക്കും നല്ല തിരക്കായി. പിന്നെ അത്യാവശ്യം നല്ല പൊടിയുണ്ടായിരുന്നു. പക്ഷേ ലൈറ്റൊക്കെ നല്ല രസമായിരുന്നു. അത്യാവശ്യം ഹ്യൂജ് സൈസിലായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ അത് കാണുമ്പോൾ നല്ല ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ മാനേജറിൽ എല്ലാ സൈഡിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളും വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടുന്ന് കുറേ ഓട്ടോക്കൊക്കെ വെയിറ്റ് ചെയ്തു. കുറേ ഒന്നും വെയിറ്റ് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി. പക്ഷേ ഓട്ടോസോ കാര്യങ്ങളോ ബസ്സോ ഒന്നും കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ പുതിയ സ്റ്റാൻഡിലോട്ട് നടക്കുകയാണ് ചെയ്തത്. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ ആയിരുന്നു ഗൂഗിൾ മാപ്പിൽ കാണിച്ചത്. അപ്പോൾ ആ 2 കിലോമീറ്റർ ഞങ്ങൾ നടന്നിട്ട് പുതിയ സ്റ്റാൻഡിലെത്തി. പിന്നെ ഇവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇപ്രാവശ്യം ഇങ്ങനെ ബേപ്പൂർ ഫെസ്റ്റും മാനേജറും ഒരുമിച്ച് കാണാമെന്നുള്ളതിൽ പോയതായിരുന്നു. പിന്നെ വെക്കേഷൻ്റെ ലാസ്റ്റ് ദിവസങ്ങളിലല്ലേ കുറച്ച് അഫോർഡബിളായിട്ട് നമുക്കൊന്ന് കറങ്ങി വരാം എന്നുള്ളതിലാണ് ഇറങ്ങിയത്. ഫുഡ് കാര്യങ്ങളൊന്നും നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല, നമ്മൾ കൊണ്ടുപോയി ഫുഡ് മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ടൈം കാര്യങ്ങളൊക്കെ ലാഭമായി കിട്ടി. പിന്നെ ഫുഡ് എക്സ്പ്ലോർ ആയിട്ട് എനിക്ക് തോന്നുന്നു വേറെ സെപ്പറേറ്റ് ഡേയ്സ് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതേപോലെ മാനേജറിൻ്റെ അവിടെ എത്തിയപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫുഡ് കാര്യങ്ങളൊന്നും കിട്ടാൻ ഓപ്ഷൻ ഇല്ലായിരുന്നു. വെള്ളം അതേപോലെ ചിപ്സ് കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ചെറിയൊരു 2 സ്റ്റോൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. നമ്മളെല്ലാ കാര്യവും നമ്മൾ തന്നെ കരുതിയതുകൊണ്ട് നമ്മൾ ലൈറ്റൊക്കെ ഓൺ ആവുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് സെറ്റായി. ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓൺ ആയപ്പോൾ പിന്നെ ആൾക്കാർ നല്ല റഷായി. പിന്നെ ഇരുട്ടായല്ലോ, നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഫ്രീ ആയിട്ട് അവരവിടെ സെറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അഫോർഡബിളായിട്ടൊന്ന് പോയി കണ്ടുവരാൻ പറ്റുന്നൊരു തന്നെയായിരുന്നു. പിന്നെ നൈറ്റാണല്ലോ, കൂട്ടം തെറ്റാണ്ടൊക്കെ നോക്കുക. അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര റഷാണ്, ഭയങ്കര പൊടിയാണ് എന്നുള്ളത്. അതുണ്ടാവും എല്ലാ വർഷവും ഈ ഒരു ഇതുപോലെ ലൈറ്റ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഫ്രീ ആണ് മാനേജറിൽ, അല്ലെങ്കിലും ഈവനിങ്ങിൽ ആൾക്കാർ ഒന്ന് ഹാങ് ഔട്ട് സ്പോട്ടായിട്ട് കാണുന്നതാണ്. കോഴിക്കോട് ബീച്ചിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ല റഷല്ലേ എന്ന് വിചാരിച്ച് ആരെങ്കിലും ബീച്ചിൽ പോകാണ്ടിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇതിലെടുത്താൽ മതി, മാസ്കൊക്കെ ധരിച്ച് പോയാൽ മതി. പിന്നെ നമ്മൾ ബസ്സൊക്കെ സ്റ്റാൻഡിലോട്ട് നടന്നു, അവിടുന്ന് ബസ്സെടുത്ത് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് രാമനാട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, ഹൈവേ ആണ് പിടിക്കുക. പിന്നെ പെട്ടെന്ന് നാടെത്തുകയാണ് ചെയ്തത്.